അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് കോഴിക്കോട് വരെ പോയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഹൈവേയുടെ വർക്ക് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുമല്ലോ. നല്ല സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറീസ് ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് ശരിക്കും അതിശയം തോന്നിപ്പോകും. അതുപോലെ ചില വർക്കുകളൊക്കെ ഈ ഒരു ഫ്ലൈ ഓവറൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ശരിക്കും അതിശയം തോന്നിപ്പോകും. നല്ല സ്പീഡിൽ നിന്നാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കണ മറ്റേ ഹിറ്റാച്ചിയുടെ ഒക്കെ ഒരു വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ കാണുന്നത് 220 വരെയുള്ള വലിപ്പത്തിലുള്ള മെഷീനറീസ് ആട്ടോ. പക്ഷേ ഇവിടെ 370ഒക്കെയാണ് അതിൻ്റെ സൈസ്. അപ്പോൾ അത്രത്തോളം വലിയ മെഷീനറീസ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ക്രെയിനുകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മെഷീനറീസ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും കണ്ട് ശീലമുള്ള മെഷീനറീസ് അല്ല, എന്നാലും ഒരുപാട് മെഷീനറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു അതിശയം തോന്നിപ്പോകും കേട്ടോ. ഇത്രയും വണ്ടികളോ നമ്മുടെ നാട്ടിലോ എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോകും. എന്തായാലും അടിപൊളിയായിട്ടാണ് വർക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും നമ്മുടെ 10 വീല് ഐഷറാണ് കേട്ടോ ടിപ്പറായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ഹിറ്റാച്ചിയുടെ വലിപ്പം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇതിൻ്റെ അകത്ത് അതിശയമായി തോന്നിയത്. അതുപോലെ തന്നെ ഈ ഒരു വഴി അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു ഘടകം നമ്മുടെ വിഴിഞ്ഞം ഫോർട്ടാണ്. അപ്പോൾ എന്തായാലും നല്ല സ്പീഡിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഒരുപാട് ബ്ലോക്കിലൊക്കെ കിടന്നു, എങ്കിലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മളൊരു KSRTC ബസ്സിനൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ വഴിയുടെ വീതിയും വഴിയുടെ വർക്കും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് അതിശയങ്ങളൊക്കെ തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ നമ്മുടെ കമൻ്റായിട്ട് വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ